നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 10 വർഷം തകർത്തങ്ങ് അർമാദിച്ചല്ലോ. ആഡംബര ജീവിതം, ആഡംബര യാത്രകൾ. ഈ 10 വർഷം കൊണ്ട് ഭാര്യ, മക്കള്, കൊച്ചുമക്കള്, പേരക്കുട്ടിയാണ് എല്ലാവരും 17 വിദേശ രാജ്യങ്ങളാണ്. 30 പ്രാവശ്യം. 30 ചില രാജ്യങ്ങൾ 2-3 തവണ. ഇപ്പൊ അമേരിക്കയിൽ 4 തവണ പോയിട്ടുണ്ട്. ഇതുപോലെ കണക്കൂട്ടി നോക്കുമ്പോൾ ഈ ഇത്രയും രാജ്യങ്ങളിൽ 17 രാജ്യങ്ങളിൽ അദ്ദേഹം 30 തവണ പോയി. ഈ 30 തവണ പോയിട്ടും പല രാജ്യങ്ങളിൽ പോയിട്ട് പോലും 5 പൈസയുടെ പ്രയോജനം ഈ കേരള സർക്കാർ ഉണ്ടായോ എന്ന് അന്വേഷിച്ചാൽ ഒന്നുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. നരേന്ദ്രമോദി പോലും ഇത്ര രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. മാത്രമല്ല, നരേന്ദ്രമോദി സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവിടെ പോയി ആ രാജ്യം ആ സെക്കൻഡ് MOU ഒപ്പിട്ടായിരിക്കും കൊണ്ട് വരുന്നത്. എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപയുടെ നേട്ടം ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ അയൽ സംസ്ഥാനമായിരുന്ന തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പോകുമ്പോഴും സ്റ്റാലിൻ അവിടെ പോയി കൃത്യമായി തമിഴ്നാട്ടിൽ കിട്ടാനുള്ള സകല സാധനവും ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് തന്നെയായിരിക്കും കൊണ്ട് വരുന്നത്. ഇദ്ദേഹം നമ്മുടെ നികുതി പണം എടുത്തു ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി ടൂറ് പോകും. അത്രേ ഉള്ളൂ. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സംഭവിച്ചുകൊണ്ടിരുന്ന ഇതിനകത്ത് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഇതിനകത്ത് ചെലവായി ഇല്ലേ? കോടികൾ. അതിന് ഒരാൾ വിവരാവകാശ പ്രകാരം ചോദ്യം ചോദിച്ചപ്പോൾ അതിന് നമ്മുടെ നാട്ടിൽ പൊതുഭരണ വകുപ്പ് നൽകിയ മറുപടിയിൽ 8 സന്ദർശനങ്ങളെ മാത്രം കണക്കേ കൊടുത്തിട്ടുള്ളൂ. ഇത് 3/4 കോടിയാണ്. 3/4 കോടിയാണ്. ഇനി ബാക്കി എത്ര? 8 എണ്ണമല്ലേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി 22 എണ്ണത്തിന്റെ പെൻഡിംഗ് ഉണ്ട്. 22 പെൻഡിംഗ് കണക്ക് വന്നിട്ടില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയതിന് താമസ ചെലവ് 0 വന്നു. അപ്പോൾ അവിടെ വൻകിട മുതലാളിമാരായിരിക്കും അല്ലെങ്കിൽ